ഇന്നലെ ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് അർജുൻ്റെ ലോറി എന്ന സംശയിക്കുന്ന ഒരു ലോഹഭാഗത്തെ ഈ ഒരു ഡ്രജറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമേഴ്ഷ്യൽ ഡൈവേഴ്സ് മാർക്ക് ചെയ്തു അല്ലെങ്കിൽ ഹുക്ക് ചെയ്തു എന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നത്. അതിനുശേഷം പിന്നീട് അത് ഉയർത്തുന്ന നടപടികൾ ഉൾപ്പെടെ നമ്മൾ കാണുകയും ചെയ്തു. എനിക്കിപ്പോൾ ആ ഒരു ഹുക്ക് ചെയ്ത 2 കമേഴ്ഷ്യൽ ഡൈവേഴ്സ് കൂടി ചേരുന്നുണ്ട്. അതിലൊരു മലയാളിയുണ്ട്, ഒപ്പം തന്നെ മറ്റൊരാൾ ഹിന്ദി സംസാരിക്കുന്ന ആൾ കൂടിയാണ്. ആദ്യം ഞാൻ ജോമോനിലേക്ക് പോവുകയാണ്. ജോമോൻ, സ്വദേശം കൊല്ലാണ്. ഈ ട്രജർ കമ്പനിയുടെ കൂടെയായിട്ട് ഒരുപാടായോ? ഇല്ലല്ല, എനിക്ക് ഇവിടെ ഡൈവേഴ്സിന് ആവശ്യമുണ്ടെന്ന് വിളിച്ചിട്ട് വന്നയാ. ഞാൻ ഇവിടെ കാർവാറാണ് വർക്ക് ചെയ്യുന്നത്. ഓ, അത് ശരി. എങ്ങനെയായിരുന്നു നിങ്ങളിത് കണ്ടെത്തുന്നത്? എങ്ങനെയാണ്? കുറേ ദിവസമായിട്ട് തെരച്ചിൽ തന്നെ ആയിരുന്നു. മണ്ണിലണ്ടിയിലായിരുന്നു സംഭവം. അങ്ങനെ ഓൾറെഡി ട്രജറിൻ്റെ ഹെൽപ്പും പിന്നെ ഡെയിലി ഉള്ള സ്പോട്ട് വെച്ച് ഓരോ സ്പോട്ട് വീതം ഡൈവ് ചെയ്ത് ഞങ്ങൾ എന്തെങ്കിലും ക്ലൂ കിട്ടുന്നു എന്നുള്ള ഇതിൽ ഞാൻ നോക്കിക്കൊണ്ടിരുന്നായിരുന്നു. അങ്ങനെയായിരുന്നു. ലാഡറിൻ്റെ ചെറിയ പീസ് കിട്ടിയായിരുന്നു അവിടുന്ന്. ആ ഒരു ബേസ് ചെയ്താണ് ഇന്നലെ ഇവിടെ തെരച്ചിൽ നടത്തിയതും നല്ല രീതിയിൽ ട്രജ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ലോറി അവിടെ ഉണ്ട് എന്ന് കൺഫേം ആക്കിയതും. അത് ഹുക്ക് ചെയ്യാന്ന് പറയുന്നത് അത്രയും ശ്രമകരമായിരുന്നു? നല്ല വെയിറ്റ് ഉള്ള സാധനമാണ്, അറിയാലോ. ഹുക്കിംഗ് എല്ലാം പുള്ളിയാണ് ചെയ്തിട്ടുള്ളത്. ഫൈൻഡ് ചെയ്യാൻ ടൈമിലാണ് ഞങ്ങൾ രണ്ടുപേരോട് ഇറങ്ങി ചെക്ക് ചെയ്ത് വീഡിയോ എല്ലാം കൺഫേം ആക്കി. ഇപ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയിൽ മലയാളികൾ ഒന്നടങ്കം ഈ അർജുനെ കണ്ടെത്തണം അല്ലെങ്കിൽ അർജുൻ്റെ വാഹനം കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ എന്താ ജോമോന് തോന്നി? ഞാൻ കുറേ പ്രാവശ്യം തന്നെ ഇവിടെ വരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഈ 2 months ഗ്യാപ്പിൻ്റെ ഇടയിൽ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ അങ്ങനെ ആരെയും എടുക്കുന്നില്ല, വേറെ ഡൈവിങ് ടീമായിരുന്നു. അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു ആദ്യം വന്നത് ഇവിടെ. അവന് ഫീവർ ആയതുകൊണ്ട് ഞാൻ പിന്നെ ചേഞ്ച് ആയിട്ട് ഇങ്ങോട്ട് വന്നേ. അപ്പം അതായത് പെട്ടെന്ന് ജോമോനിലേക്ക് ആ ദൗത്യം എത്തിച്ചേരുമായിരുന്നു? അതെ അതെ. ഇതിപ്പം കാണുന്ന ഘട്ടത്തിൽ തലകീഴായിട്ട് കിടക്കുന്ന രീതിയിലായിരുന്നു? എങ്ങനെയാണ് നിങ്ങൾ? അല്ലല്ല, ഡ്രൈവിംഗ് സൈഡ് മണ്ണിൻ്റെ ആ ഒരു സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കുന്ന രീതിയിലായിരുന്നു. ഓൾമോസ്റ്റ് അടിയിൽ നല്ല ഇരുട്ടുമായിട്ട് ബോഡി ഉണ്ടോയെന്നൊന്നും അധികം അറിയില്ലായിരുന്നു. മുകൾ തട്ടിലേക്ക് എത്തിയതിനു ശേഷമാണ് നിങ്ങൾക്ക് അത്തരത്തിലൊരു ബോധ്യം? അതെ അതെ. ഇനിയിപ്പം എങ്ങനെയാണ് ഈ ദൗത്യം ബാക്കിയോടി ഇവിടെ നിൽക്കുന്നത്? ഇന്നും ഡൈവ് ഉണ്ട്, ജസ്റ്റ് ഇനി 2 ബോഡി കിട്ടാനുണ്ടെന്നാണ് പറഞ്ഞത്. അതോടെ സെർച്ച് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താ ജോമോൻ എന്താ ചെയ്യുന്നത് ഇവിടെ? കാർവാർ ഞാൻ ഡൈവിങ് തന്നെ നേവൽ ബേസിൽ ഒരു TCTMR എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, അവരുടെ സബ് കോൺട്രാക്റ്റ് ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ ബ്രദർ, आपका नाम क्या है? दीप नारायण चौहान, एयर डाइवर मुंबई. यस. ये टोटली वेरी मच व्हाट अबाउट डिफिकल्टी? यस, डिफरेंट. ये पूरा लॉरी जो आपका पूरा मिट्टी में था, इसके ऊपर 6 फीट मिट्टी था. तो हमारी कंपनी जो है इसको हमारी कंपनी ने इसको ड्रेजिंग करते करते इसको हमको दिखा 4 इंच दिख रहा था. इसको हमको निकल रहा था. उसके बाद धीरे धीरे हमने आज 6 दिन से इस लॉरी के पीछे लगे हुए थे. हमारा मतलब इतना ऊपर प्रेशर था, सब हर आदमी का प्रेशर था. प्रेशर करते करते हमारी पूरी टीम, हमारी जितनी भी पूरी टीम है, हमने इसको पूरा साइड से ड्रेजिंग करते करते इसके धीरे धीरे करते आज 6 दिन हो गए. इसको हमने हुक ऑन किया. हुक ऑन करने के बाद फिर इसको मैंने थोड़ा ऊपर लिया, क्रेन से ऊपर लेने के बाद में फिर इसको मैंने चेक किया. चेक करने को मतलब पूरा लारी है कि क्या है, इसको मैं कन्फर्म हो टोटल स्ट्रेचर है. इसको कन्फर्म होने के बाद में फिर इसको हमने उठाया. इसके अंदर डेड बॉडी थी. डेड बॉडी पूरा डैमेज हो गई थी. ये अंकोला कर्नाटका हाँ. तो इसको हमने आज 6 दिन हमारा प्रोग्रेस, आज जॉब कम्प्लीटेड हो गया. ഓക്കെ ബ്രദർ. അപ്പോൾ ജോമോൻ ഉൾപ്പെടുന്ന സംഘാംഗങ്ങളാണ് ആ ഒരു ലോറിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. ജോമോനോടെ റൂബിക്സ് ക്യൂബ് ഇതൊരു ഹരമാണോ? ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ജോമോനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് മതിയായ സന്തോഷമുണ്ട്. ഒരു മലയാളിയെ കണ്ടെത്താൻ നടത്തിയ ധീരോദത്തമായ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആ ഘട്ടത്തിൽ തന്നെയാണ് മറ്റൊരു മലയാളി സാന്നിധ്യം ഡൈവർ എന്നുള്ള നിലയിൽ ആ ലോറി കണ്ടെത്തുന്ന ഘട്ടത്തിൽ, അത് ഹുക്ക് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിലും നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യവും കൂടിയാണ് എന്ന് മാത്രം പറയുകയും ചെയ്യുന്നു. ഓക്കെ, ഷുവർ, താങ്ക് യു. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കാണാനൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ, ഷിരൂർ.